മെക്സിക്കോയിലെ ആസ്ടെക് സ്റ്റേഡിയത്തിന്റെ പച്ചപ്പുല്ലിലേക്ക് ഓർമ്മകളുടെ പന്തുരുളുമ്പോൾ കാൽപന്ത് പ്രേമികളുടെ നെഞ്ചിൽ ഒരു അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങും. ഡീഗോ അർമാൻഡോ മറഡോണ. അയാൾ വെറുമൊരു കളിക്കാരനല്ല, കളിമൺ മൈതാനങ്ങളിൽ നിന്ന് ലോക കിരീടത്തിലേക്ക് നടന്നു പോയ ഒരു ജനതയുടെ വിപ്ലവമാണ്. അർജന്റീനയുടെ തെരുവുകളിൽ പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പൊരുതിയാണ് ആ ഇടതുകാൽ പന്തിനെ പ്രണയിക്കാൻ തുടങ്ങിയത്. വിയ ഫിയോറിറ്റോയിലെ പൊടിപടലങ്ങളിൽ നിന്ന് നാപ്പോളിയുടെ ആകാശങ്ങളിലേക്ക് ഡീഗോ വളർന്നപ്പോൾ അത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വന്യവും മനോഹരവുമായ കാവ്യമായി. തങ്ങളെ അടക്കി ഭരിച്ച വടക്കൻ ഇറ്റലിയുടെ പ്രതാപശാലികളായ ക്ലബ്ബുകൾക്ക് മുന്നിൽ നാപ്പോളി എന്ന സാധാരണക്കാരെ നെഞ്ചിരിച്ചു നിൽക്കാൻ പഠിപ്പിച്ചത് മറഡോണ എന്ന ഒറ്റയാൻ്റെ അഹങ്കാരമായിരുന്നു. പക്ഷേ കാലം അയാൾക്കായി കാത്തുവച്ച ഏറ്റവും വലിയ നിയോഗം 1986 ആ ജൂൺ മാസമാണ്. ഫോക്ലാൻഡ് ദ്വീപുകളുടെ ചോരമണക്കുന്ന രാഷ്ട്രീയ പകയുമായി അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വന്ന ആ ക്വാർട്ടർ ഫൈനൽ. യുദ്ധം തോറ്റ ഒരു ജനതയുടെ ആത്മാഭിമാനം മുഴുവൻ ഡീഗോ എന്ന 25-കാരൻ്റെ തോളിലായിരുന്നു. കളിയുടെ 51-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ മുഴുവൻ നിശ്ചലമാക്കി ആ വിഖ്യാത നിമിഷം പിറന്നു. വായുവിൽ ഉയർന്ന പന്തിലേക്ക് ഇംഗ്ലീഷ് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനൊപ്പം ഡീഗോയും ഉയർന്നു ചാടി. ഷിൽട്ടന്റെ കൂറ്റൻ കൈകളെക്കാൾ ഉയരത്തിൽ അന്ന് ഡീഗോയുടെ ആത്മവിശ്വാസം ഉയർന്നു. പന്ത് വലയിലേക്ക്. അത് ഹാൻഡ്ബോൾ ആണെന്ന് പറഞ്ഞ് ഇംഗ്ലണ്ട് നിലവിളിച്ചപ്പോൾ ചരിത്രം അതിനെ ദൈവത്തിൻ്റെ കൈയെന്ന് അടയാളപ്പെടുത്തി. പരാജയപ്പെട്ട തൻ്റെ മനുഷ്യർക്കായി ഡീഗോ നടത്തിയ അതിമനോഹരമായ ഒരു ചതിയായിരുന്നു അത്. എന്നാൽ ആ ഗോളിൻ്റെ പേരിൽ തന്നെ വേട്ടയാടാൻ തുനിഞ്ഞ ലോകത്തിനു മുന്നിലേക്ക് വെറും 4 മിനിറ്റുകൾക്കപ്പുറം അയാൾ തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തു. സ്വന്തം പകുതിയിൽ നിന്ന് പന്തു സ്വീകരിച്ച് തിരിയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ 5 പ്രതിരോധ ഭടന്മാർ അയാൾക്ക് മുന്നിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നൂറ്റാണ്ടിൻ്റെ മാന്ത്രിക ഗോൾ പിറക്കുന്നത്. പന്ത് കാലിൽ ഒട്ടിച്ചു വച്ചതുപോലെ ഇംഗ്ലീഷ് താരങ്ങളെ ഓരോരുത്തരെയായി വെട്ടിയൊഴിഞ്ഞ് അയാൾ മുന്നോട്ട് കുതിച്ചു. റീഡും ഫെൻവിക്കും ബുച്ചറും ആ വേഗതയ്ക്കു മുന്നിൽ കാഴ്ചക്കാരായി നിന്നുപോയി. ഒടുവിൽ ഗോൾ കീപ്പർ ഷിൽട്ടനെയും നിലം പരിശാക്കി പന്ത് വലയിലേക്ക് തള്ളുമ്പോൾ കമന്ററി ബോക്സിൽ നിന്ന് ആരവങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. 5 ഇംഗ്ലീഷുകാരെയും ഒരു ഗോൾ കീപ്പറെയും സാക്ഷിയാക്കി ഡീഗോ വരച്ചിട്ടത് കാൽപന്ത് ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ചിത്രമാണ്. അന്ന് അർജന്റീന ലോകത്തിൻ്റെ നെറുകയിൽ കിരീടം ചൂടിയത് ആ ഒരൊറ്റ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിലാണ്. ബെൽജിയത്തിനെ തകർത്ത സെമി ഫൈനലും ഫൈനലിൽ ജർമ്മനിക്കെതിരെ ബുറൂച്ചാകക്ക് നൽകിയ ആ മാന്ത്രിക അസിസ്റ്റും ഡീഗോ എന്ന വിസ്മയത്തിൻ്റെ പൂർണ്ണതയാണ്. മൈതാനത്തിന് പുറത്തെ വിവാദങ്ങളും വിലക്കുകളും അയാളെ വേട്ടയാടിയപ്പോഴും ലോകം അയാളെ നെഞ്ചോട് ചേർത്തു പിടിച്ചത് ആ കളിയിലെ നിർഭയത്വം കൊണ്ടായിരുന്നു. കളിക്കളത്തെ ഇത്രമേൽ പ്രണയിക്കുകയും ഭ്രാന്തമായി ജീവിക്കുകയും ചെയ്ത മറ്റൊരു മനുഷ്യനെ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. ഡീഗോ മറഡോണ. അയാൾ ഇന്നും ആസ്ടെക് സ്റ്റേഡിയത്തിലെ പുൽനാമ്പുകളിൽ ഒരു കൊടുങ്കാറ്റായി ജീവിക്കുന്നുണ്ട്.